നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയം നേടാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അവർ കാഡിസിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരം ബ്രാഹിം ഡയസ് ആണ് മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത്. 1 ഗോളും 1 അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി. ജൂഡ് ബെല്ലിംഗ്ഹാം അതുപോലെ തന്നെ ഹൊസേലു എന്നിവരായിരുന്നു ശേഷിച്ച ഗോളുകൾ നേടിയത്. അതേസമയം ഇന്നലെ ലാലിഗയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ ബാഴ്സലോണ 2-നെതിരെ 4 ഗോളുകൾക്ക് ജിറോണയോട് പരാജയപ്പെടുകയായിരുന്നു. ഇതോടുകൂടി റയൽ മാഡ്രിഡ് ലാലിഗ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. 36ാം തവണയാണ് ഇപ്പോൾ ലാലിഗ കിരീടം റയൽ മാഡ്രിഡ് സ്വന്തമാക്കുന്നത്. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും നമ്മൾ നൽകേണ്ടത് അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് തന്നെയാണ്. കാരണം ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കിരീടം തന്റെ ക്ലബിന് നേടിക്കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, എഡർ മിലിറ്റാവോ അതുപോലെ തന്നെ അലാബ എന്നീ സെൻട്രൽ ബാക്കുമാർ ദീർഘകാലമായി പരിക്കിന്റെ പിടിയിലായിരുന്നു, പുറത്തായിരുന്നു. കോർട്ടുവ സീസണിന്റെ തുടക്കം മുതലേ പുറത്തായിരുന്നു. ബെൻസിമ ക്ലബ്ബ് വിട്ടത് കൊണ്ട് തന്നെ ഒരു സൂപ്പർ താരമായ അല്ലെങ്കിൽ ഒരു മികച്ച നമ്പർ 9 സ്ട്രൈക്കർ ഇല്ലാതെയാണ് ഈ സീസണിൽ ഉടനീളം റയൽ മാഡ്രിഡ് കളിച്ചിട്ടുള്ളത്. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അവരെ കിരീടത്തിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് തന്റെ 6ാമത്തെ ലീഗ് കിരീടമാണ് കാർലോ ആഞ്ചലോട്ടി തന്റെ കരിയറിൽ സ്വന്തമാക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിലെ എല്ലാ ലീഗ് കിരീടങ്ങളും നേടിയ ചരിത്രത്തിലെ ഏക പരിശീലകൻ അത് കാർലോ ആഞ്ചലോട്ടി മാത്രമാണ്. ഇത് അദ്ദേഹത്തിന്റെ 2ാമത്തെ ലാലിഗ കിരീടമാണ്. നേരത്തെ റയലിനോടൊപ്പം അദ്ദേഹം ഒരു ലാലിഗ കിരീടം മുൻപ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന്റെ ലീഗ് കിരീടങ്ങൾ ഒന്ന് നോക്കാം. ഒരു ഇറ്റാലിയൻ ലീഗ് കിരീടം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അത് AC മിലാനോടൊപ്പമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു പ്രീമിയർ ലീഗ് കിരീടം അത് ചെൽസിക്കൊപ്പമായിരുന്നു. ഒരു ലീഗ് 1 കിരീടം അദ്ദേഹം നേടിയിട്ടുണ്ട്. അത് PSG-ക്കൊപ്പമാണ്. ഒരു ബൂണ്ടസ്ലിഗ കിരീടം അദ്ദേഹം നേടിയിട്ടുണ്ട്. അത് ബയൺ മ്യൂണിക്കിനൊപ്പമാണ്. 2 ലാലിഗ കിരീടങ്ങൾ, അത് 2 കിരീടങ്ങളും റയൽ മാഡ്രിഡിനൊപ്പമാണ്. ഇങ്ങനെ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകൾ എല്ലാ ലീഗ് കിരീടങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ 4 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. റയലിനോടൊപ്പം 2 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ആഞ്ചലോട്ടി നേടിയിട്ടുണ്ട്. AC മിലാനോടൊപ്പം 2 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുകൂടാതെ ഒരുപാട് കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. യുവേഫ സൂപ്പർ കപ്പ്, FA കപ്പ്, അതുപോലെ തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് തുടങ്ങിയ എണ്ണിയാൽ ഒടുങ്ങാത്ത കിരീടങ്ങൾ അദ്ദേഹം തന്റെ കരിയറിൽ പരിശീലകനായിക്കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ഇദ്ദേഹത്തിന് കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാർലോ ആഞ്ചലോട്ടി എന്ന പരിശീലകൻ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെടേണ്ടത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.